ഹലോ ഫ്രണ്ട്സ്, ബ്രാൻഡിങ് ഇൻ സെങ്സു എപ്പിസോഡ് 10 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ നയോനയും യുൻഹോയും ബെഡിൽ വീണ് കിടക്കുന്നതും ഇവർക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അങ്ങോട്ട് വരുന്ന ലീ. എന്താ ഞാൻ ഈ കാണുന്നത്, ഞാനിത് ആരോടും പറയില്ല എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ലെക്സിനെയും ജെന്നിയെയും വിളിക്കുന്നുണ്ട്. ഇവരിത് കാണുമ്പോൾ നിങ്ങൾ നല്ല മാച്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ജെന്നി അത് വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ യുൻഹോയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരിതൊന്നും കേൾക്കുന്നില്ല. ഇവരാണെങ്കിൽ കീ ഉപയോഗിച്ച് വെപ്രാളത്തിൽ ആ ലോക്ക് അഴിക്കാൻ നോക്കുന്നതും മറ്റാരോ ഇത് ഫോട്ടോ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ ഇവരെ ആരോ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ആളായിരിക്കും അത്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് 10 സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നാമ വിളിച്ചിട്ട് യൂമി ഇയാളെ കാണാൻ വേണ്ടി ബാറിലേക്ക് വരുന്നതും പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന് യൂമി പറയുമ്പോൾ എന്തെത്ര തിരക്കെന്നാണ് നാമ ചോദിക്കുന്നത്. അപ്പൊ ഇവളാണെങ്കിൽ തിരക്കൊന്നുമില്ല, പക്ഷെ എനിക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈം ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് നയോനയെ പറ്റിയാണെന്ന് ഇവൻ പറയുന്നത് കേട്ട് ഇവളൊന്ന് സ്റ്റോപ്പ് ആകുന്നുണ്ട്. നയോന കാരണം നീ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടല്ലേ, ഞാൻ ഡയറക്ടർ ഹാനിനെ വിളിക്കുകയാണെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറയുമ്പോൾ യൂമിയാണെങ്കിൽ കൂളായ മൊബൈൽ വാങ്ങി ഗ്ലാസ്സിലിടുന്നുണ്ട്. ഇവൻ ചൂടാകുമ്പോൾ നയോനയുടെ കാര്യം നോക്കാൻ എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, അത് ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും കൂളായി പോകുന്നതും ആ ടൈമിൽ ഇവൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ഇതേ ടൈമിൽ യുൻഹോയും നയോനയും ആണെങ്കിൽ അവരുടെ സ്റ്റോറിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഒക്കെ നോക്കുകയായിരിക്കും. രണ്ടുപേർക്കും കഴിഞ്ഞ കാര്യമൊക്കെ ആലോചിച്ച് ഒരു ചെറിയ ചമ്മലുണ്ട്. ആ ടൈമിലാണെങ്കിൽ യുൻഹോ പറയുന്നുണ്ട്, ഈ പ്രൊഡക്റ്റ് ഒക്കെ നല്ലതാണ്, പക്ഷെ ഇത് മര്യാദയ്ക്ക് സെയിൽ ആവാത്തത് ഇത് നന്നായിട്ട് പരസ്യം ചെയ്യാത്തത് കൊണ്ടാണ്. അതുപോലെ ഇത് ശരിക്കും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബിൽഡിംഗ് ആവശ്യമുണ്ടെന്ന് പറയുന്നതും നയോനയാണെങ്കിൽ എന്തൊരു വയറുവേദന, നിങ്ങൾ എങ്ങനെ ഇത് സഹിക്കുന്നത്, പെൺകുട്ടിയായി ജനിക്കതിൽ സമ്മതിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ കയ്യിലുള്ള പാഡ് കഴിഞ്ഞു, എനിക്ക് പാഡ് വാങ്ങണം എന്ന് പറയുന്ന സമയത്ത് യുൻഹോയാണെങ്കിൽ അതിന് ഞാൻ എന്തിനാ വാങ്ങുന്നത്, നിനക്ക് തന്നെ വാങ്ങിക്കൂടെ എന്ന് പറയുമ്പോഴാണ് നയോന അതായത് യുൻഹോ ആലോചിക്കുന്നത് താനിപ്പോ ആണാണെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്തിലാണല്ലോ, അപ്പൊ പാഡ് വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്ന്. അങ്ങനെ നയോന അതായത് യുൻഹോ സ്റ്റോറിൽ പോയി പാഡ് വാങ്ങുന്നതും അത് ഏറ്റവും താഴത്തായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ യുൻഹോ പറയുന്നുണ്ട്, ഇത്രയും ഇമ്പോർട്ടന്റ് ആയ സാധനം എന്തിനാ ഇങ്ങനെ താഴ്ത്തു കൊണ്ടുവെക്കുന്നതെന്ന്. ഇവളാണെങ്കിൽ ഇതെടുത്ത് പോകുന്ന ടൈമിലാണ് ജെന്നി കറക്റ്റ് ആയിട്ട് കോണ്ടം വാങ്ങുന്നത് കാണുന്നത്. ഇത് കാണുന്ന ഇവൾക്കാണെങ്കിൽ ആകെ നാണക്കേട് പോലെ ആകുന്നുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ ആ മാഡായിരുന്നോ, ഇതിലേതാ നല്ലത് എന്ന അഭിപ്രായം ജെന്നി ഇവളോടാണ് ചോദിക്കുന്ന ജെന്നിക്ക് നാണക്കേടില്ലെങ്കിലും നയോനയ്ക്ക് ആകെ നാണക്കേടാകുന്നുണ്ട്. ഇവളാണെങ്കിൽ നീ എന്താ ഈ ചെയ്യുന്നത്, ആരെങ്കിലും കാണില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ, ഇത് ഇല്ലീഗലായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ജെന്നി അവിടെ നിന്നും കൂളായി പോകുന്നതും ഇവളാണെങ്കിൽ അപ്പൊ ആലോചിക്കുന്നുണ്ട്, ജെന്നി പറഞ്ഞതും കറക്റ്റ് അല്ലേ, ഇതിലിപ്പോ നാണിക്കാൻ എന്തിരിക്കുന്നു, ഇതിലൊരു തെറ്റും ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്ന നയോനയ്ക്ക് അപ്പൊ ഒരു ഐഡിയ മനസ്സിലുദിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നയോനയുടെ കാർ സ്പീഡിൽ പോകുന്നതും നയോന എണീക്കുന്ന ടൈമില് റൂമിൽ മൊത്തം ചെടികളായിരിക്കും. ഇതെന്താ ഇവൻ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാണ് ഇവൾ എണീക്കുന്നതും. പിന്നീട് ഇവള് നോക്കുമ്പോൾ റൂമിൽ മാത്രമല്ല വീടിന്റെ മുക്കിലും മൂലയിലും മൊത്തം ചെടികളായിരിക്കും. ഇവളാണെങ്കിൽ യുൻഹോ എന്ന് ദേഷ്യത്തിൽ വിളിച്ച് അവിടെ മൊത്തം തപ്പുന്നുണ്ടെങ്കിലും അവിടെയൊന്നും യുൻഹോ ഉണ്ടായിരിക്കില്ല. ആ ടൈമിലാണ് ഗ്രൂപ്പിലെ യുൻഹോയുടെ മെസ്സേജ് വരുന്നത്, അതായത് എല്ലാവരും ഇന്ന് 1 മണിക്കൂർ മുന്നേ ഡ്യൂട്ടിക്ക് എത്തണമെന്ന്. അപ്പൊ തന്നെ ലെക്സ് ആണെങ്കിൽ അയ്യോ ഞാൻ ട്രാഫിക് ജാമിൽ പെട്ടുകിടക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ലീ ആണെങ്കിൽ എനിക്ക് എന്റെ കുട്ടികളെ ഡേ കെയറിലേക്ക് വിടണം, അത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ജെന്നി ആണെങ്കിലോ ഞാൻ ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുകയാണെന്ന് പറയുമ്പോൾ ഓ അപ്പൊ നിങ്ങൾക്കൊന്നും വരാൻ പറ്റില്ല അല്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാധാരണ സമയത്ത് തന്നെ വന്നാൽ മതി എന്ന് യുൻഹോ ഇവർക്ക് തിരിച്ച് റിപ്ലൈ അയക്കുന്നുണ്ട്. ഇത് കാണുന്ന നയോനയാണെങ്കിൽ ഇവരിങ്ങനെ പറയുമ്പോൾ ഇതുപോലെയാണോ മറുപടി കൊടുക്കേണ്ടതെന്ന് ദേഷ്യത്തിൽ പറയുന്നതും പിന്നീട് ഇവള് ദേഷ്യത്തിൽ ഓഫീസിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇവരെല്ലാവരും അവിടെ നേരത്തെ എത്തി വർക്ക് ചെയ്യുന്നതാണ്. ഇത് കാണുന്ന നയോനയാണെങ്കിൽ ശരിക്കും ഒന്ന് അതിശയിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും പ്രൊപ്പോസൽ തയ്യാറാക്കി ആ സിഇഒയ്ക്ക് അവതരിപ്പിക്കുന്നതും ഇതിന്റെ ഒരു ടാഗ് ലൈൻ ഒക്കെ വരുന്നത് എന്നെ എല്ലാവരും സീക്രട്ട് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ എനിക്കിപ്പോ കോൺഫിഡൻസ് ആയി എന്നൊക്കെ ആയിരിക്കും. യുൻഹോ ഇതൊക്കെ വായിക്കുന്നതും പ്രസന്റേഷൻ എങ്ങനെയുണ്ടെന്നുള്ള മട്ടില് നയോന ഇവനെ നോക്കുന്ന ടൈമിൽ ഇവൻ വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. സിഇ ആണെങ്കിൽ ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഈ സ്ത്രീകളായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് അവരുടെ സെക്സ് ലൈഫിൽ എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും ഇവിടെ ഒന്ന് നോക്കുകയാണ്. അതായത് താനിപ്പോൾ ഉള്ളത് ഒരു പെണ്ണിന്റെ ശരീരത്തിലാണെന്ന് മനസ്സിലാക്കുന്ന യുൻഹോ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്, ഇതൊന്നും ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ടാണ് പരസ്യം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നതും അതിന്റെ മോഡലായിട്ട് ഈ സിഇഎനെ തന്നെയാണ് ഇവർ ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ബ്ലാക്ക് ഹെയർ ഒക്കെ ചെയ്യണമെന്ന് പറയുന്ന ടൈമിൽ ഈ ലേഡി അങ്ങ് ചൂടാകുന്നതും നയോനയാണെങ്കിൽ അത് പിന്നെ ഇതിന്റെ മെയിൻ ആള് നിങ്ങളാണല്ലോ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ കുറച്ച് ഒഫീഷ്യൽ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ടൊന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ യുൻഹോയെ നോക്കുന്ന ടൈമിൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അവൻ കൈ മലർത്തുന്നുണ്ട്. നയോനയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊക്കിയടിക്കുമ്പോൾ അവസാനം ഈ സിഇഒ അതിന് സമ്മതിക്കുന്നുണ്ട്. നയോനയ്ക്കും എല്ലാവർക്കും ഹാപ്പി ആകുന്നതും ഇവളാണെങ്കിൽ യുൻഹോയെ നോക്കുമ്പോൾ യുൻഹോ ഒന്ന് ചിരിക്കുന്നുണ്ട്. പിന്നീട് ഈ സിഇഒയുടെ മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നതും സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞ് ഈ സിഇഒ ശരിക്കും തന്റെ രൂപം കണ്ട് ഞെട്ടുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവരുടെ പ്രൊഡക്റ്റിന് ആവശ്യമുള്ള ഒരു സ്റ്റോർ കണ്ടുപിടിക്കുന്നുണ്ട്. ലീ ആണെങ്കിലോ അടിപൊളി സ്റ്റോർ, ഇതാകുമ്പോൾ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് നന്നായിട്ട് വ്യക്തമായി
വ്യക്തമായിട്ട് കാണാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ യുൻഹോയാണെങ്കിൽ നയോനയോട് ഇത് ഫിക്സ് ചെയ്യാൻ ആംഗ്യം കാണിക്കുന്നുണ്ട്. നയോനയാണെങ്കിൽ അപ്പൊ നമുക്കിത് ഫിക്സ് ചെയ്യാമെന്ന് പറയുന്നതും ലെക്സ് ആണെങ്കിലോ മറ്റൊരു തിരക്കിലായിരിക്കും. അതായത് ഇവരുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററും സ്റ്റിക്കേഴ്സും ഒക്കെ ഉണ്ടാക്കണല്ലോ. സോ ആർട്ട് ടീമിന്റെ സഹായത്തോടെ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും ഇതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് യുൻഹോയുടെ കൊളീഗായ ഒരു ഗേൾ ഇല്ലേ, ആ പെൺകുട്ടിയായിരിക്കും. അങ്ങോട്ട് വരുന്ന മിസ്റ്റർ ചായ് ആണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആൾ അവിടെ നിന്നും പോകുമ്പോൾ അങ്ങോട്ട് വരുന്ന യൂമി ആണെങ്കിൽ ഇവനെ വിളിക്കുമ്പോൾ ഇവൻ മൈൻഡേ ചെയ്യുന്നില്ല. നീ എന്താ എന്റെ മെസ്സേജിന് റിപ്ലൈ ഒന്നും തരാത്തത്? നീ എത്രയൊക്കെ ശ്രമിച്ചാലും പണ്ടത്തെ നയോനയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. അവൾ ഒരു തെരുവ് നായയെ പോലെ ഈ കമ്പനിയിൽ ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. അണ്ടർഗ്രൗണ്ട് ടീമിൽ തന്നെ ആയിരിക്കും അവളുടെ വിധി എന്നൊക്കെ ദേഷ്യത്തിൽ പറയുമ്പോൾ ഇവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിലും ചായ ആണെങ്കിൽ ഒന്നും തിരിച്ചു പറയുന്നില്ല. ആ ടൈമിൽ യൂമിക്ക് ഒരു കോള് വരുന്നുണ്ട്. ഇവളാണെങ്കിൽ നയോനയുടെ പ്ലാന് ഇതുവരെ എന്താന്ന് മനസ്സിലാക്കിയിട്ടില്ലെന്നോ, അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് ദേഷ്യത്തിൽ പറയുന്നതും അതിനുശേഷം ഇവള് മറ്റൊരു കോള് ചെയ്ത് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ബഡ്ജറ്റ് ആവശ്യമുണ്ട്, നയോനയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് പറയുന്നതുമാണ് കാണിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ നയോനയും യുൻഹോയും ഇവർ ഫിക്സ് ചെയ്ത ആ സ്റ്റോറിലേക്ക് വരുമ്പോൾ കാണുന്നത് അവിടെ ഒരു ജ്വല്ലറിയുടെ ബാനർ ആയിരിക്കും തൂങ്ങിക്കിടക്കുന്നത്. ഇത് കണ്ട് ഇവർ അതിശയിക്കുന്നതും അങ്ങോട്ട് വരുന്ന ഈ സ്റ്റോറിന്റെ മാനേജർ ആണെങ്കിൽ നിങ്ങൾ തരാന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ റെന്റ് മറ്റൊരാൾ തന്നു, അതുകൊണ്ട് ഞാൻ ഇത് അവർക്ക് കൊടുത്തു എന്ന് കൂളായി അങ്ങ് പറയുകയാണ്. ആർക്കാ ഇത് കൊടുത്തതെന്ന് യുൻഹോ ചോദിക്കുമ്പോൾ സെങ്സു ഏജൻസിയിലെ ആൾക്കാർക്കാണെന്ന് ഇയാൾ പറയുന്നത് കേട്ട് ഇവർ ശരിക്കും ഞെട്ടുന്നുണ്ട്. അതായത് സംഭവം ഇത് യൂമിയുടെ പ്ലാൻ തന്നെയായിരിക്കും. ഇവര് 3 പേരാണെങ്കിലോ സങ്കടത്തില് കോഫി കുടിക്കുന്നതും നയോനയാണെങ്കിൽ അല്ലെങ്കിലും ഒന്നൊരു തടസ്സില്ലാതെ നടക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി എന്ന് പറയുകയാണ്. ലീ ആണെങ്കിലോ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഒരു സ്റ്റോർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് നാളെ തന്നെ ഓപ്പൺ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കണമെന്ന് യുൻഹോ പറയുന്നതും അതിന് നമ്മുടെ ഈ കോൺസെപ്റ്റ് ഈ പ്രൊജക്ടിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ തരുന്ന ആൾക്കാർ സമ്മതിക്കണ്ടേ. സെക്സ് ടോയ്സ് എന്ന് പറയുമ്പോൾ ആരും അവരുടെ സ്റ്റോർ ഒന്നും തരത്തില്ല എന്ന് പറയുകയാണ്. ആ ടൈമില് ഇതൊന്നും അറിയാത്ത ജെന്നി ആണെങ്കിൽ ഓൾറെഡി സ്റ്റോർ നാളെ തുറക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സ്റ്റോറി ഇടുന്നതും ആ ബെസ്റ്റ്, ഇവൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നാണ് ഇവർ പറയുന്നത്. ആ ടൈമില് ലീക്ക് നന്നായി വയറുവേദനിക്കുമ്പോൾ ഞാൻ ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും നയോനയാണെങ്കിൽ ആ സൈഡിലെ ഫാർമസി പൂട്ടിയിരിക്കുക, ഈ സൈഡിലേക്ക് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നീട് നയോന നമ്മളിനി എന്താ ചെയ്യാ മാഡം എന്ന് ചോദിക്കുമ്പോൾ യുൻഹോ തിരിച്ചു ചോദിക്കുന്നത് ആ സൈഡിലെ ഫാർമസി എന്താ പൂട്ടിയത് എന്നാണ്. അത് കുറെ കാലമായിട്ട് പൂട്ടി കിടക്കുക എന്ന് നയോന പറയുമ്പോൾ എന്നാ ശരി എന്ന് പറഞ്ഞ് യുൻഹോ അവിടെ നിന്ന് എണീറ്റ് പോകുന്നതും എന്ത് ശരി എന്ന് പറഞ്ഞ് ഇവള് പിന്നാലെ പോകുന്നുണ്ട്. യുൻഹോയാണെങ്കിൽ അപ്പൊ തന്നെ ലീയെ വിളിച്ച് അടഞ്ഞു കിടക്കുന്ന ഫാർമസിയുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നയോനയാണെങ്കിൽ ആ ഫാർമസി ഉള്ള സ്ഥലത്ത് നമ്മൾ നമ്മുടെ സ്റ്റോർ തുടങ്ങാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫാർമസി ആകുമ്പോൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അകത്തുള്ളതൊക്കെ പുറത്തേക്ക് ശരിക്കും കാണാൻ പറ്റുന്ന തരത്തിലായിരിക്കും, അതുകൊണ്ട് അത് നല്ലൊരു ഐഡിയ അല്ലേ എന്ന് പറയുന്നതും നയോനയാണെങ്കിൽ എന്നാലും മാഡം എന്തൊരു കാഞ്ഞ ബുദ്ധി എന്ന് പറയുന്ന ടൈമിൽ യുൻഹോയാണെങ്കിൽ എന്നാലേ ഈ കോഫി അങ്ങ് കളഞ്ഞേക്കെന്ന് പറഞ്ഞ് കൂളായി അവിടെ നിന്നും പോകുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഫാർമസി ഉള്ള ബിൽഡിംഗിൽ എത്തുന്നതും ഇവിടെ നമ്മുടെ സ്റ്റോർ കറക്റ്റ് വർക്കൗട്ട് ആകുമോ എന്ന് നയോന ചോദിക്കുമ്പോൾ വർക്കൗട്ട് ആക്കി എടുക്കണമെന്നാണ് യുൻഹോ പറയുന്നത്. ആ ടൈമിലാണ് ലീ ഇവരെ വിളിക്കുന്നതും ആ ബിൽഡിംഗിന്റെ ഓണർ വെക്കേഷനിലാണ്, കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗം ഇല്ല എന്ന് പറയുമ്പോൾ ആ വഴിയും അടഞ്ഞു എന്നുള്ള രീതിയിൽ ഇവർ സങ്കടപ്പെടുകയാണ്. ആ ടൈമിൽ തന്നെയാണ് ലെക്സിന്റെ ഒരു മെസ്സേജ് വരുന്നത്, എമർജൻസി ആയി ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞ്. ഇവര് രണ്ടുപേരും ഓഫീസിലെത്തുമ്പോൾ കാണുന്നത് ലെക്സും പിന്നെ ആർട്ട് ടീമിലെ സ്റ്റാഫും കൂടി ഇരുന്ന് കരയുന്നതാണ്. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ടൈം എടുത്താണ് എല്ലാ പോസ്റ്ററും റെഡിയാക്കിയത്, പക്ഷെ അത് യൂമി മാഡത്തിന്റെ സ്റ്റാഫ് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നതും ആ സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇവർ വർക്ക് ചെയ്യുന്ന ടൈമില് അങ്ങോട്ട് എത്തുന്ന യൂമിയുടെ സ്റ്റാഫ് ആണെങ്കിൽ ടീമിന്റെ ഉള്ളിൽ തന്നെ വർക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നറിയില്ലേ. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വേണ്ട ചെയ്യാൻ. ഇനി അങ്ങനെ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് പെർമിഷൻ എടുക്കേണ്ടേ എന്നൊക്കെ ചോദിച്ച് സിസ്റ്റത്തിന്റെ മുകളിൽ പിടിയും വലിയാകുമ്പോൾ ചെയ്തു വെച്ച വർക്കൊക്കെ പോകുന്നതും ലെക്സ് ആണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് കരയുമ്പോൾ നയോനയ്ക്കും കരച്ചിൽ വരുന്നുണ്ട്. ഇവളാണെങ്കിൽ അവരിങ്ങനെയൊക്കെ നമ്മളോട് ചെയ്യാൻ പാടുമോ എന്ന് ചോദിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്ന യൂമി എന്താ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട്, നിങ്ങൾ ഡിസൈഡ് ചെയ്ത സ്റ്റോർ ഇപ്പൊ എന്റെ കയ്യില, അതുപോലെ നിങ്ങൾ തയ്യാറാക്കിയ എല്ലാ പോസ്റ്ററും ഞാൻ വിചാരിച്ചപ്പോ അത് മായ്ച്ചു കളയാൻ കഴിഞ്ഞു, അതായത് ഇപ്പൊ നിനക്ക് എന്താണോ വേണ്ടത് അതെല്ലാം എന്റെ കയ്യിലുണ്ട്, നമുക്കൊരു ഡീലിനെ പറ്റി സംസാരിച്ചാലോ എന്ന് യൂമി ചോദിക്കുമ്പോൾ എന്ത് ഡീല്, നിനക്ക് എന്താ വേണ്ടേ എന്ന് നയോന തിരിച്ചു ചോദിക്കുന്നുണ്ട്. നിന്റെ അഭിമാനം വേറെ ഒന്നും വേണ്ട, നീ കരഞ്ഞ് അപേക്ഷിക്കുകയാണെങ്കിൽ ഞാനൊന്ന് ചിന്തിക്കാം, നീ മാത്രമല്ല നിന്റെ കൂടെ യുൻഹോയും യാചിക്കണം, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ വഴിയെ ഞാൻ വരത്തില്ല എന്ന് ഇവള് പറയുമ്പോൾ നയോനയ്ക്കാകെ ദേഷ്യം വരുന്നുണ്ട്. ആ ടൈമിൽ യുൻഹോ നയോനയെ തടയുന്നതും ഇവനാണെങ്കിൽ എനിക്ക് നിന്നോട് ശരിക്കും സോറി തോന്നുന്നുണ്ട്, കാരണം നീ എത്രയൊക്കെ ഞങ്ങളുടെ വഴിയെ കുറുകെ ചാടിയിട്ടും നിനക്കൊന്നും കറക്റ്റായിട്ട് നടത്താൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ യൂമിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ഉറക്കെ അലറുമ്പോൾ അതിലും ഉറക്കെ യുൻഹോ തിരിച്ചലറുന്നുണ്ട്. ഇതെല്ലാം കണ്ട് മറ്റെല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ യൂമിയാണെങ്കിൽ അങ്ങനെ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങൾക്ക് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ യുൻഹോ കൂളായി
ചിരിക്കുന്നതിലൂടെയാണ് എപ്പിസോഡ് 10 ഇവിടെ അവസാനിക്കുന്നത്.